കണ്ണൂരിൽ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത് സ്ഥാപിച്ച ശിലാഫലകം പുനഃസ്ഥാപിച്ചു. കണ്ണൂർ DCCയുടെ നേതൃത്വത്തിലാണ് ശിലാഫലകം പുനഃസ്ഥാപിച്ചത്. ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത ശിലാഫലകം എടുത്തുമാറ്റി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരുള്ള ശിലാഫലകം സ്ഥാപിച്ചത് വലിയ വിവാദമായിരുന്നു. ശിലാഫലകം മാറ്റിയെന്ന പരാതിയിൽ മന്ത്രി ടൂറിസം സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിരുന്നു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, വിവാദമായതിന് പിന്നാലെ, പ്രതിഷേധമുയർന്നതിന് പിന്നാലെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം വീണ്ടും പുനഃസ്ഥാപിക്കുകയാണോ ചെയ്തത്? ഈ ശിലാഫലകം പുനഃസ്ഥാപിച്ചിരിക്കുന്നത് കണ്ണൂർ DCC ആണ്. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ എത്തി ആ ശിലാഫലകം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പയ്യാമ്പലത്ത് ഉദ്ഘാടനം ചെയ്ത കുട്ടികളുടെ പാർക്കിന്റെയും സീപാത്ത് വേയുടെയും ശിലാഫലകം അതാണ് ഇവിടെ നിന്ന് മാറ്റുകയും പിന്നീട് മുഹമ്മദ് റിയാസിന്റെ പേരിലുള്ള ശിലാഫലങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നായിരുന്നു പരാതി. 2015 മെയ് 15-നാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഇത് പരിപാടി കുട്ടികളുടെ പാർക്കും സീപാത്ത് വേയും ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം 2022 ഈ ഉദ്ഘാടന ചടങ്ങിന്റെ ശിലാഫലകം അടർത്തി മാറ്റി അതേ സ്ഥലത്ത് പുതിയ ശിലാഫലകം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതായി കാണിച്ച് സ്ഥാപിച്ചു എന്നാണ് ആരോപണം. എന്തായാലും മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ പേര് ആലേഖനം ചെയ്ത ശിലാഫലകം അവിടെ നിന്ന് എടുത്തു മാറ്റി ഒരു വേസ്റ്റ് ഒക്കെ ഇടുന്ന സ്ഥലത്തേക്ക് വെക്കുകയും ചെയ്തു എന്നൊരു ആരോപണം കൂടി കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. ഇതിനെതിരെ ഇന്നലെ വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നാലെയാണ് ഇക്കാര്യത്തിൽ മന്ത്രിയുടെ ഒരു വിസ്തീർണം വന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ടൂറിസം വകുപ്പ് അറിഞ്ഞുകൊണ്ടല്ല, അക്കാര്യത്തിൽ ടൂറിസം സെക്രട്ടറിയോട് വിസ്തീർണം ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരം കാര്യങ്ങൾ ഫലകം മാറ്റുന്ന രീതിയൊന്നും ഈ സർക്കാരിനില്ല എന്നുള്ള പ്രതികരണമൊക്കെ റിയാസിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തിരുന്നു. എന്തായാലും അല്പസമയം മുമ്പ് കണ്ണൂർ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തുകയും ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ശിലാഫലകം കണ്ണൂർ DCCയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് സുനിൽ ഐസക് നൽകിയത്.